പാകിസ്ഥാനികൾക്ക് സാർക്ക് കരാർ പ്രകാരം നൽകിയ വിസകൾ റദ്ദാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ പാക് പൗരന്മാരുടെ വിസകളും റദ്ദാക്കിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇതുവരെ നൽകിയ വിസ ഞായറാഴ്ച റദ്ദാകും. മെഡിക്കൽ വിസകൾ ചൊവ്വാഴ്ച റദ്ദാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ എത്രയും വേഗം മടങ്ങി വരാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാനിലേക്ക് യാത്രാവിലക്കും മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിലാണ് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനുള്ള തീരുമാനമുണ്ടായത്. അതേസമയം ഇന്ത്യയുടെ നീക്കത്തിനെതിരെ പ്രതികരണവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഷിംല കരാറിൽ നിന്നും പിന്മാറുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ വിമാനങ്ങൾക്ക് നേരെ വ്യോമമേഖലയെ അടയ്ക്കുമെന്നും വിവരം പുറത്തുവരുന്നുണ്ട്. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് യുദ്ധസമാനമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ 1972 ഒപ്പിട്ട ഷിംല കരാർ ഇന്ത്യക്ക് തിരിച്ചടിയാകില്ലെന്ന് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. എന്നാൽ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകും. യുദ്ധസമയത്ത് പോലും കരാറിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോഴത്തെ നീക്കം പാക് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തകർക്കുമെന്നും വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി.